ശ്രീ സായിരാം. ദ സ്പീക്ക് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മൈസൂർ സംസ്ഥാനത്തിലെ മല്ലൂർ എന്ന ഗ്രാമത്തിൽ ഒരു ഭക്ത ബ്രാഹ്മണനും ഭാര്യയും താമസിച്ചിരുന്നു. അവർ രണ്ടുപേരും ഭക്തിയിലും ജപജ്ഞാനത്തിലും എപ്പോഴും മുഴുകിയിരുന്നു. ഒരു ദിവസം നിത്യാനന്ദൻ എന്ന ഒരു സന്യാസി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഭിക്ഷയാചിച്ച് എത്തുകയുണ്ടായി. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം ആ സന്യാസിയെ തന്റെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചു. വീടെല്ലാം വളരെ ഭംഗിയായി തന്നെ അലങ്കരിച്ചു. പക്ഷേ പാചകം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അശുദ്ധി ഉണ്ടായതുകൊണ്ട് പാചകം ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് അയൽവാസിയായ ഒരു സ്ത്രീയെ പാചകം ചെയ്യുന്നതിനായി സമ്മതം നൽകി. എല്ലാം വളരെ ഭംഗിയായി തന്നെ നടന്നു. സന്യാസിക്കും ആഹാരം വളരെ ഇഷ്ടമായി. പക്ഷേ ബ്രാഹ്മണന്റെ വെള്ളിപ്പാത്രം കണ്ടപ്പോൾ സന്യാസിക്ക് അതിയായ മോഹമുണ്ടാവുകയും ആ വെള്ളിപ്പാത്രം മോഷ്ടിച്ച് തന്റെ മടിയിൽ ഒളിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ ആ സന്യാസിക്ക് രാത്രി ഉറക്കം നഷ്ടപ്പെടുകയും മനസ്സിന്റെ വേദന കാരണം ആ വെള്ളിപ്പാത്രം തിരികെ ബ്രാഹ്മണന്റെ അടുക്കൽ എത്തിച്ച് കാൽക്കൽ വീണ് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അവിടെയുണ്ടായിരുന്ന എല്ലാവരും വളരെ ആശ്ചര്യത്തോടെ ചോദിച്ചു, ഇങ്ങനെ ഒരു സന്യാസിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിച്ചു? എങ്ങനെ ചെയ്യാൻ തോന്നി? അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി പറഞ്ഞു, ആഹാരമുണ്ടാക്കിയ ആളുടെ മനോഭാവം ആഹാരത്തിലേക്ക് ദോഷവും ആകാംക്ഷയും കൊണ്ടുവന്നിരിക്കും. ആ ആഹാരമുണ്ടാക്കിയ സ്ത്രീയുടെ പശ്ചാത്തലം നോക്കിയപ്പോൾ ആ സ്ത്രീ പല മോഷണ കാര്യങ്ങളിലും ഏർപ്പെട്ടിരുന്ന ആളാണെന്നുള്ള കാര്യം വ്യക്തമായി. പാചകം ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീയുടെ മനോഭാവം ആഹാരത്തിലേക്ക് പകരുകയും അത് ആ സന്യാസിയിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പാചകവും ശുദ്ധിയും മനസ്സിന്റെ നിർമ്മലതയും തമ്മിൽ ആത്യന്തികമായ ബന്ധമുണ്ട്. അഹിംസ എന്നത് കേവലം ശാരീരികമായ അക്രമത്തിന്റെ അഭാവമല്ല. യഥാർത്ഥ അഹിംസ എന്നാൽ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമുള്ള വിശുദ്ധി എന്നാണ് അർത്ഥമാക്കുന്നത്. വെറുപ്പ്, അസൂയ അല്ലെങ്കിൽ അശുദ്ധി എന്നിവ നിറഞ്ഞ ഒരു ചിന്ത പോലും മറ്റുള്ളവർക്ക് സൂക്ഷ്മമായ ദോഷം വരുത്തിവെക്കും. അസൂയ ചിന്തകളോടെ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ആ സ്പന്ദനങ്ങൾ അത് കഴിക്കുന്ന ആളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നു. അതുകൊണ്ട് എപ്പോഴും ശുദ്ധമായി ചിന്തിക്കുക, ശുദ്ധമായി പ്രവർത്തിക്കുക, സ്നേഹത്തോടെ സേവിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങളുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ അഹിംസാത്മകവും ദിവ്യവും ആവുകയുള്ളൂ. സ്വാമിയുടെ അനുഗ്രഹവും സ്നേഹവും എല്ലാവർക്കും എത്തട്ടെ. ജയ് സായിരാം.